നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ SQL ഡാറ്റാബേസിൻ്റെ എന്തിനാണ് SQL ഡാറ്റാബേസ് എന്നും അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കമാൻഡ്സുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ്. ഇനി നമുക്ക് അതിൽ യൂസ് ചെയ്യുന്ന ഡീലിമീറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. എന്താ ഡീലിമീറ്റർ എന്ന് പറഞ്ഞാൽ? ഡീലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സിമ്പിൾസ് യൂസ്ഡ് ഇൻ ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ ഡീലിമിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് സെർട്ടൻ ഡീലിമിറ്ററും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. നമ്മൾ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കണ്ട പോലെ തന്നെയാണ് ഇതിലും ഡീലിമിറ്റർ ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ ഫസ്റ്റ് ഡീലിമിറ്റർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ഡീലിമിറ്റേഴ്സ് ആണ്. പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, നെഗേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ അരിത്തമെറ്റിക് ഡീലിമിറ്റേഴ്സ്. ഇനി മോഡുലസ് ആണെങ്കിൽ ആട്രിബ്യൂട്ട് ഇൻഡിക്കേറ്റർ, ദെൻ ക്യാരക്ടർ, സിംഗിൾ കോഡ്സ് ക്യാരക്ടർ സ്ട്രിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഡോട്ട് ആണെങ്കിൽ കമ്പോണന്റ് സെലക്ടർ, എക്സ്പ്രഷൻ ഓർ ലിസ്റ്റ് ഓഫ് ഡീലിമിറ്റേഴ്സിനെ നമ്മൾ സെപ്പറേറ്റഡ് ബൈ കോമാസ്, ദെൻ ഫുൾ കോളൻ ഹോസ്റ്റ് വേരിയബിൾ ഇൻഡിക്കേറ്റർ, ഐറ്റം സെപ്പറേറ്റർ, കോട്ടഡ് ഐഡന്റിഫയർ ഡിലിമിറ്റർ, ഡബിൾ കോഡ്സിൽ കോഡ്സ് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ, ദെൻ റിലേഷണൽ ഓപ്പറേറ്റർ, ദെൻ അരിത്തമെറ്റിക് റിമോട്ട് ആക്സസ് ഇൻഡിക്കേറ്റർ, ദെൻ എല്ലാ DBMS എല്ലാ സ്റ്റേറ്റ്മെന്റ്സും എൻഡ് ചെയ്യുന്നത് സെമിക്കോളൻ വെച്ചിട്ടാണ്. നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇങ്ങനെയാണ് ചെയ്യണേ, ഫുൾ കോളൻ ഈക്വൽസ് എന്നുള്ള ഫോർമാറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അസോസിയേഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോയിന്റർ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് ഈ അസോസിയേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആണ് അടുത്തത്. എക്സ്പൊണൻഷിയേഷൻ ആൻഡ് ലേബൽ ഡിലിമിറ്റർ, ബിഗിൻ ആൻഡ് എൻഡ് ഇതൊക്കെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മൾട്ടി ലൈൻ ഡിലിമിറ്റർ, ഒന്നിലധികം ലൈൻസ് ഓഫ് കമാൻഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് മൾട്ടി ലൈൻ ഡിലിമിറ്റർ. സിംഗിൾ ലൈൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഹൈഫൺ ആണ്, ദിസ് വൺ സിംഗിൾ ലൈൻ കമാൻഡ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്, രണ്ട് ഹൈഫൺ സിമ്പിൾ, സിംഗിൾ ലൈൻ കമാൻഡർ. ഇങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ഡിലിമിറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നും നമ്മുടെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കി പോവാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു PLSQL കമാൻഡ്സ്, ഒരു സിമ്പിൾ പ്രോഗ്രാംസ് ചെയ്യാൻ പോവാണ്. പ്രോഗ്രാം എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ, എന്തൊക്കെയാണ് ഒരു പ്രോഗ്രാമിൽ വേണ്ടത്. കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിംഗിൾ ലൈൻ കമാൻഡും ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടി ലൈൻ കമാൻഡ്സ് ഉണ്ട്. നമുക്ക് സിംഗിൾ ലൈനിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ്സിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്സിനെയാണ് പ്രോഗ്രാം കമാൻഡ്സ് എന്ന് പറയുന്നത്. That you write helps anyone reading its source code. All programming language allows some form of commands. Then സിംഗിൾ ലൈൻ ഉണ്ട്, മൾട്ടി ലൈൻ ഉണ്ട്. സിംഗിൾ ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് മൈനസ് മാർക്ക് വെച്ചിട്ടാണ് ചെയ്യുക. അതേപോലെ മൾട്ടി ലൈൻ ആണെങ്കിൽ സ്ലാഷ് സ്റ്റാർ, ദെൻ അത് എന്ത് ചെയ്യുന്നതോടുകൂടി സ്റ്റാർ സ്ലാഷ്, ഈ രീതിയിലാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ ഹലോ വേൾഡ് പ്രോഗ്രാംസ് കണ്ടപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ഈ ലൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിംഗിൾ ലൈൻ ആൻഡ് മൾട്ടി ലൈൻ കമാൻഡ്സ് കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാം യൂണിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ PLSQL എന്തൊക്കെ പ്രോഗ്രാം യൂണിറ്റുകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നമ്മൾ സാധാരണ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്സ് ഉണ്ടാവും, ഫങ്ഷൻസ് ഉണ്ടാവും, പാക്കേജസ് ഉണ്ടാവും, പാക്കേജിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോഡി, പ്രൊസീജിയേഴ്സ്, ട്രിഗർ, ടൈപ്പ് ഓഫ് ദ ബോഡി. ഇത്രയും കാര്യങ്ങളാണ് PLSQLന്റെ പ്രോഗ്രാം യൂണിറ്റ്. ഇപ്പോൾ സിംഗിൾ പ്രോഗ്രാം ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് കണ്ടു, അതേമാതിരി തന്നെ ഹലോ വേൾഡ് എന്നുള്ള പ്രോഗ്രാം പ്രിന്റ് ചെയ്യുന്നത് കണ്ടു. അതൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാം, ഒരു സെറ്റ് ഓഫ് കോഡ്സ്, അതിനെയാണ് നമ്മൾ പ്രോഗ്രാം ബ്ലോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്നുള്ളത് പിന്നാലെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയാം. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സ്കാലാർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വാല്യൂസ് വിത്ത് നോ ഇന്റേണൽ കമ്പോണൻസ് സച്ച് ആസ് നമ്പർ, ഡേറ്റ്, ബൂളിയൻ തുടങ്ങിയതൊക്കെ സ്കാലാർ വാരിയബിൾസ് ആണ്.
ഇനി ലാർജ് ഒബ്ജക്ട്സ് ഉണ്ട്. നമ്മൾ ഫയൽസ് പോയിന്റേഴ്സ് ഒക്കെ പോലെയുള്ള പോയിന്റേഴ്സ് ടു ലാർജ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ സ്റ്റോർഡ് സെപ്പറേറ്റ്ലി ഫ്രം other data items such as text, graphic image, video clips and sound waveforms. ഇതൊക്കെ ലാർജ് ഒബ്ജക്ട്സുകളാണ്. ദെൻ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം data items that have internal components that can be accessed individually. കളക്ഷൻസ് ഓഫ് റെക്കോർഡ്സ്. ഇപ്പോൾ നമുക്ക് ഒരു കളക്ഷൻസ് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ടേബിൾ ലൈക്ക് ഫോർമാറ്റ്, അതിൽ ഒരുപാട് റെക്കോർഡ്സ് ഉണ്ടാകും. നമുക്ക് ഓരോന്ന് വേണമെന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വലി ആക്സസ് ചെയ്യാം. റെഫറൻസ് പോയിന്റ്സ് ടു അതർ ഡാറ്റ ഐറ്റംസ്. ഓക്കെ, ഇനി PLSQL യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സുകളാണ് നമ്മളിവിടെ പറയുന്നത്. PLSQL ഒരുപാട് ടൈപ്സ് ഓഫ് ഡാറ്റാസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ന്യൂമറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമറിക് വാല്യൂസ് ഓൺ ദി അരിത്തമെറ്റിക്. ന്യൂമറിക് വാല്യൂസ് മീൻസ് ദ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ്. അതായത് നമ്പേഴ്സ് ആണ് ന്യൂമറിക്കിൽ വരുന്നത്. ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ആൽഫ ന്യൂമറിക് വാല്യൂസ് ദാറ്റ് റെപ്രസെന്റ്സ് ദ സിംഗിൾ ക്യാരക്ടർ ഓർ സ്ട്രിംഗ് ഓഫ് ക്യാരക്ടർ. ബൂളിയൻ ആണെന്നുണ്ടെങ്കിൽ ലോജിക്കൽ വാല്യൂസ് ആയിരിക്കും സീറോസ് ആൻഡ് വൺസ്. ഡേറ്റ് ടൈം ആണെങ്കിൽ ഡേറ്റ് ടൈം ഇതിനെ സ്പെസിഫൈ ചെയ്യാൻ. ഡേറ്റ് ആകുമ്പോൾ ഫോർമാറ്റ് YY MM ആൻഡ് DD എന്നുള്ള ഫോർമാറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇയർ, മന്ത്, ഡേറ്റ് എന്നുള്ള ഫോർമാറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ക്യാരക്ടർ ഡാറ്റ ടൈപ്സ് ഇപ്പോൾ നമ്മൾ കണ്ടത് ന്യൂമറിക് ഡാറ്റ ടൈപ്സ് ആണ്, ഓവറോൾ ആണ്. ഇനി ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കണം. അതിൽ ഫസ്റ്റ് നമ്മൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്സ് ആണ് പറയുന്നത്. ക്യാരക്ടറിൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാർ എന്ന് പറയുന്നത് തന്നെയാണ്. ക്യാർ varchar റോ NICHR NVRCHR ലോങ് റോവിഡ് റോവിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേസസ് ഉണ്ട്. ഇതിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ക്യാരക്ടർ ആൻഡ് varchar എന്ന് പറയുന്ന കേസാണ്. രണ്ടും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാരക്ടർ ഡാറ്റാസിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ക്യാരക്ടർ ആണെങ്കിലും varchar ആണെങ്കിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കെയർ ഓഫ് 10 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു, അതേപോലെ തന്നെ varchar ഓഫ് 10 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്താലും രണ്ടും ചെയ്യുന്നത് സെയിം പ്രോസസ്സാണ്. മെമ്മറിയിൽ ഒരു 10 ക്യാരക്ടർ എൻ്റർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വേണ്ടി റിസർവ് ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. പക്ഷേ ഹാവിങ് സം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യാർ ആൻഡ് varchar. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഹാവിങ് ഫിക്സഡ് ലെങ്ത് ക്യാരക്ടേഴ്സ് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 ക്യാരക്ടറിന് വേണ്ടിയിട്ട് സ്പേസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 സ്പേസ് നമുക്ക് വേണ്ടി തന്നെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻ കേസ് നമ്മളൊരു 5 ലെറ്റർ ഉള്ള ക്യാരക്ടർ ആണ് എൻ്റർ ചെയ്ത് ഒരു സ്ട്രിങ് ആണ് എൻ്റർ ചെയ്താൽ പോലും ബാക്കി 5 ലെറ്റർ അവിടെ ബ്ലാങ്ക് ആയിട്ട് വേസ്റ്റ് ആയിട്ട് കിടക്കുക എന്നല്ലാതെ അവിടേക്ക് നമുക്ക് വേറെ ഡാറ്റാസിനൊന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ varchar ആണെങ്കിൽ വാരിയബിൾ ലെങ്ത് ക്യാരക്ടർ സ്ട്രിങ് ആണ്. നമ്മൾ 10 എന്ന് ഡിക്ലറേഷൻ ചെയ്താലും 10 സ്പേസ് നമുക്ക് വേണ്ടി റിസർവ് ചെയ്യും. അതിൽ 5 സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി 5 സ്പേസ് അതെന്ത് ചെയ്യും, വീണ്ടും അടുത്ത ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോസിബിൾ ആണ് എന്നുള്ളതാണ് വാരിയബിൾ ക്യാരക്ടറിന്റെ പ്രത്യേകത. ഓക്കെ, ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് ഓരോന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോന്ന് എക്സ്പ്ലനേഷനിൽ പോവാം. ഇനി ഈ വാരിയബിൾ ഡിക്ലറേഷൻ എങ്ങനെയാണ് ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കേസിൽ പറയുന്നത്. ഇവിടെ അതിൻ്റെ സിൻടാക്സ് പറഞ്ഞിട്ടുണ്ട്. വാരിയബിൾ നെയിം കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റ്, ഡാറ്റ ടൈപ്സ് നോട്ട് നള്ളൊക്കെ ഓപ്ഷണൽ ആണ്. ദെൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഇഫ് വി ആർ ഗിവിംഗ് ഇനീഷ്യലൈസേഷൻ ഓൾസോ ദെൻ വി ഹാവ് ടു ഗിവ് ദ ഇനീഷ്യൽ യൂസ്. വാരിയബിൾ നെയിം എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിഫയർ ആണ്. നമ്മൾ കൊടുക്കുന്ന ഏത് വാല്യൂഡ് നെയിംസും യൂസ് ചെയ്യാം. ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ $സൈൻ ആൻഡ് അണ്ടർസ്കോർ യൂസ് ചെയ്യാം. വേറെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും പറ്റില്ല. സ്പേസ് അലൗഡ് അല്ല. പിന്നെ ഇങ്ങനെയുള്ള കീവേഡ്സ് വാരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് വാരിയബിൾ നെയിമിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് റൂൾസ്. അത് ഇവിടെയും ബാധകമാണ്. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് വാരിയബിൾ നെയിം ഈസ് ആൻ ഐഡന്റിഫയർ. ദെൻ അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. സെയിൽസ് നമ്പർ, സെയിൽസ് എന്നാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഐഡന്റിഫയർ അല്ലെങ്കിൽ വാരിയബിൾ നെയിം. നമ്പർ എന്ന് പറയുന്നത് ടൈപ്പാണ്. 10 ഡെസിമൽ പോയിന്റും 10 നോർമൽ പോയിന്റും 2 ഡെസിമൽ പോയിന്റിന് ശേഷമുള്ളതും. ഓക്കെ,
Then pi constant value, double precision and 3.1415 എന്നുള്ള അതും another type of variable declaration ആണ്. ഇവിടെ നമ്മൾ variableനെ just initialization മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്ത് ചെയ്തിട്ടില്ല, sorry declaration മാത്രമേ ചെയ്തിട്ടുള്ളൂ, initialization ചെയ്തിട്ടില്ല. When you provide a size, scale or precision limit with the data type, it is called constrained declaration. നമ്മളൊരു സൈസോ സ്കെയിലോ അല്ലെങ്കിൽ ഒരു പ്രിസിഷൻ ലിമിറ്റോ, അതായത് പ്രിസിഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഇപ്പോൾ എത്ര പോയിന്റിനാണ്, 1.4 പോയിന്റിനാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് മാത്രമല്ല, അതിന് കൂടുതലുണ്ട്. നമ്മളിവിടെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 3.1415 വരെയുള്ള വാല്യൂസ്, 4 പോയിന്റിനാണ് നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. Then consider declaration requires less memory than unconstrained declaration. Constrained declaration requires less memory than unconstrained declaration. Constrained declarationൽ എന്ത് മതി, കുറച്ച് മെമ്മറി മതി. എന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അൺകൺസ്ട്രെയിൻഡ് ഡിക്ലറേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇനി ഇനീഷ്യലൈസേഷൻ രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് ബൈ ഡിഫോൾട്ട് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടും ചെയ്യാം. രണ്ടും ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, നമ്മളിത് ഇവിടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഇതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി ബൈ ഡിഫോൾട്ട് ആണെങ്കിൽ ഇവിടെ നോക്കുക, ഡിഫോൾട്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുക, എന്നിട്ട് ഹാവ് എ ഗുഡ് ഡേ. ഇത് എന്തായി, ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്ന വാരിയബിളിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ് ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയുന്നത്. യു ക്യാൻ ആൾസോ സ്പെസിഫൈ ദ വേരിയബിൾ ഷുഡ് നോട്ട് ഹാവ് നൾ വാല്യൂസ് യൂസിങ് നോട്ട് നൾ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂസ് ഒരിക്കലും നള്ളായിട്ട് കിടക്കാൻ പാടില്ലാത്ത സിറ്റുവേഷനാണ് നോട്ട് നൾ എന്ന് പറയുന്ന കേസ് കൊടുക്കുക. ദെൻ എക്സ്പ്ലിസിറ്റ്ലി അസൈൻ ആൻ ഇനീഷ്യൽ വാല്യൂ ഫോർ ദി വാരിയബിൾസ്. ഓക്കെ. ഈ ഒരു എക്സാമ്പിൾ പ്രോഗ്രാംസ് തന്നിട്ടുണ്ട്. ഒരു വാരിയബിൾ ഇവിടെ ഡിക്ലറേഷൻ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡിക്ലറേഷൻ പാർട്ടിൽ നമ്മൾ 4 വാരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എ ബി സി ആൻഡ് എഫ്. അതിൽ 2 എണ്ണത്തിൽ നമ്മൾ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്, 10 and 20. ദെൻ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. നമ്മൾ നോർമൽ സിയിലും ഇതൊക്കെ ചെയ്യുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ളതാണ് കമൻറ്റ് കൊടുത്തത്. ദെൻ DBMS ഔട്ട്പുട്ട് ഡോട്ട് പ്രിന്റ്ലൻ വാല്യൂ ഓഫ് സി പ്രിന്റ് ചെയ്തു. ദെൻ അത് കൊട്ടേഷൻ ക്ലോസ് ചെയ്തു. ദെൻ കോൺകാറ്റിനേറ്റ് സി. നമ്മൾ നേരത്തെ സിയിലൊക്കെയാണ്, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിൽ ജസ്റ്റ് കോമ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ കോൺകാറ്റിനേഷൻ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ആ റിസൾട്ടിനെ അങ്ങോട്ട് പ്രിന്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് വാല്യൂസിന്റെ ഡിവിഷൻ ആണ് ചെയ്തത്. 70 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ രീതിയിലായിരിക്കും. വാല്യൂ ഓഫ് സി ഇസ് ഈക്വൽ ടു 30 ആൻഡ് വാല്യൂ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 23.3. ദെൻ ദിസ് പ്രൊസീജിയർ ഈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് നമുക്ക് ഡിക്ലറേഷൻ. അപ്പോൾ ഇത്രയാണ് വാരിയബിളും വാരിയബിൾ ഡിക്ലറേഷനും വാരിയബിൾ ഇനീഷ്യലൈസേഷനും. നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ, നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ വാരിയബിൾസും അതിൻ്റെ സ്കോപ്സും വാരിയബിൾ സ്കോപ്പും കൂടി പറയാം. വാരിയബിൾ സ്കോപ്സ് ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലാണ് വാരിയബിളിൻ്റെ സ്കോപ്പ്. ആ വാരിയബിൾ എവിടെയൊക്കെ ലൈഫ്, ആ വാരിയബിളിന് എവിടെയൊക്കെ ലൈഫ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. 2 തരത്തിലാണ്, ലോക്കൽ ആൻഡ് ഗ്ലോബൽ. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ ബ്ലോക്കിനകത്ത് മാത്രം അതിന് ആക്സസിങ് ഉണ്ടാവുള്ളൂ. ഗ്ലോബൽ ആണെന്നുണ്ടെങ്കിൽ ഔട്ടറിലേക്കും നമുക്കതിൻ്റെ ആക്സസിങ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ ഡിക്ലെയർ ഗ്ലോബൽ, നമ്മൾ വാരിയബിളിനെ ഡിക്ലറേഷൻ ചെയ്യുന്ന സമയത്ത് നോർമൽ ഡിക്ലറേഷൻ എന്ന് പറയുന്ന സ്പേസിൽ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് number is equal to 95 and number 2 is equal to 85. This is a global declaration and we have to begin the section. നമ്മൾ അതിനെ ജസ്റ്റ് പ്രിന്റ് ചെയ്തു. ഇനി ലോക്കൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ലോക്കൽ വേരിയബിൾസ് എന്നുള്ള കേസിൽ വാരിയബിൾസിനെ ഡിക്ലറേഷൻ ചെയ്തു, ദെൻ അതിനെ പ്രിന്റ് ചെയ്തു. ഓക്കെ.
ഇവിടെ ഈ ഇന്നർ ആവുന്ന സമയത്ത് ഇത് ഇവിടെ മാത്രമേ ഇതിന്റെ ആക്സസിങ് ഉണ്ടായിരിക്കുള്ളൂ. ഈ ഇന്നർ ലൂപ്പിൽ മാത്രമേ ഇതിന് ആക്സസിങ് ഉണ്ടായിരിക്കുള്ളൂ. ഗ്ലോബൽ ആണെന്നുണ്ടെങ്കിൽ അത് ഔട്ടറിലേക്കും കൂടി അതിന്റെ ആക്സസിങ് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കുക, നമ്മൾ രണ്ട് ഡിക്ലറേഷൻ പാർട്ട് നടക്കുന്നുണ്ട്. ഒന്ന് ഇന്നറിലും ഒന്ന് ഔട്ടറിലും. ഔട്ടറിലുള്ളത് ഗ്ലോബലി ആണ്, ഇന്നറിലുള്ളത് ആ ഒരു ഇന്നർ സെക്ഷനിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് എക്സിക്യൂട്ട് ആയി, ഗ്ലോബൽ ആൻഡ് ലോക്കൽ എന്ന് പറയുന്ന കേസ്. ഓക്കെ.